വീടും സ്ഥാപനവുമെല്ലാം സുരക്ഷിതമാക്കാൻ ഇന്ന് CCTV ക്യാമറകൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഏത് ക്യാമറ വെക്കണം, ആരെ സമീപിക്കണം, വാറണ്ടി ലഭിക്കുമോ, എന്ത് ചെലവ് വരും എന്നിങ്ങനെ നൂറായിരം സംശയങ്ങളാണ് ഒരു സാധാരണക്കാരനുള്ളത്. ഈ രംഗത്തും മറ്റുള്ളിടങ്ങളിലെ പോലെ ചതിക്കുഴികൾ ധാരാളമുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണം നഷ്ടമാവാൻ സാധ്യതയുണ്ട്. CCTV മേഖലയിലെ ചതിക്കുഴികളെ പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. പെരുകുന്ന ഓൺലൈൻ ഓപ്ഷനുകളും കോംബോ ഓഫറുകളും ആണ് ഒന്നാമത്തേത്. ഓൺലൈൻ പർച്ചേസുകൾ സ്വന്തം റിസ്കിലായിരിക്കണം. വാറണ്ടി ലഭിക്കുക, ഇൻസ്റ്റലേഷൻ, സർവീസ് എന്നിവയെല്ലാം പ്രശ്നത്തിലാവാൻ സാധ്യതയില്ലേ എന്ന് ആലോചിക്കുക. ചെറിയൊരു ലാഭത്തിനു വേണ്ടി ഓൺലൈനായി ക്യാമറ വാങ്ങണോ എന്ന് സ്വയം ആലോചിച്ച് തീരുമാനിക്കുക. ഏതായാലും വലിയ ഒരു തുകയുടെ പർച്ചേസ് ഓൺലൈനായി നടത്താതിരിക്കുന്നത് തന്നെയാണ് ഉചിതം. കോംബോ ഓഫറുകൾ നൽകി നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. ഓരോ സ്ഥലത്തിൻ്റെയും വിസ്തീർണം, അവിടുത്തെ പ്രകാശ വ്യതിയാനം, റിസ്ക് ഫാക്ടേഴ്സ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്ത് വേണം ക്യാമറ സ്ഥാപിക്കാൻ. അല്ലാതെ ഒരേപോലെയുള്ള ക്യാമറകൾ വാങ്ങി എല്ലായിടത്തും ഇൻസ്റ്റോൾ ചെയ്യാം എന്ന് ധരിക്കരുത്. അത് പ്രതീക്ഷിച്ച റിസൾട്ട് നൽകിയില്ല എന്നിരിക്കും. കോംബോ ഓഫറുകളിലുള്ള മറ്റൊരു ചതി, പലപ്പോഴും നിലവാരം കുറഞ്ഞ കേബിളുകളും ആക്സസറികളുമായിരിക്കും ചിലർ നൽകുക. മറ്റു ചിലരാവട്ടെ സർവൈലൻസ് ഹാർഡ് ഡിസ്കിന് പകരം കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് നൽകും. ഇത് മൊത്തത്തിൽ CCTVയുടെ പ്രവർത്തനത്തെ ബാധിക്കാൻ ഇടയുണ്ട്. ആരും ഗുണമേന്മയുള്ള സാധനങ്ങൾ വില കുറച്ച് നൽകില്ല. വില കുറവായ പ്രോഡക്ട്സിൻ്റെ ഗുണനിലവാരം കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇലക്ട്രോണിക്സ് മേഖലയിൽ ഗുണനിലവാരമില്ലാത്ത ധാരാളം പ്രോഡക്ട്സ് വില കുറച്ച് വിപണിയിൽ വരുന്നുണ്ട്. ചൈന, തായ്വാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് വൻ പരസ്യത്തിൻ്റെ അകമ്പടിയോടെ വിറ്റഴിക്കുകയാണ് ഇവയിൽ പലതും. ഇവർ ഒരിക്കലും ശരിയായ വാറണ്ടിയോ സർവീസോ നൽകാൻ തയ്യാറാവില്ല. ഇത്തരം ഉൽപ്പന്നങ്ങളാണ് വിലക്കുറഞ്ഞത് എന്ന പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നത്. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളുടെ അയഞ്ഞ നിലപാടും ഇത്തരക്കാർക്ക് ഗുണകരമാണ്. അതുകൊണ്ട് ശരിയായ പ്രോഡക്ട്സിനെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും മനസ്സിലാക്കി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കണം. ഓരോ പ്രോഡക്റ്റിൻ്റെ കവറിലും നിർമ്മാതാവിൻ്റെ പൂർണ്ണമായ വിലാസം, കസ്റ്റമർ കെയർ നമ്പർ, സീരിയൽ നമ്പർ എന്നിവ ഒക്കെ രേഖപ്പെടുത്തണം എന്നാണ് നിയമം. എന്നാൽ ഇലക്ട്രോണിക് മേഖലയിൽ പല കമ്പനികളും ഇതൊക്കെ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റമറുടെ അജ്ഞതയാണ് ഇത്തരക്കാരെ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. CCTV ഇൻസ്റ്റലേഷന് വേണ്ടി ഒരു അംഗീകൃത ഏജൻസിയെ സമീപിക്കുന്നത് തന്നെയാണ് ഉചിതം. അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് വ്യക്തമായി പറയുകയും കൃത്യമായ എസ്റ്റിമേറ്റ് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. എസ്റ്റിമേറ്റിൽ ഇൻസ്റ്റോൾ ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളുടെയും മോഡൽ നമ്പർ, സവിശേഷതകൾ എന്നിവ ഉണ്ടോ എന്ന് പരിശോധിക്കുക. സംശയങ്ങൾ ദൂരീകരിക്കുക. ഇൻസ്റ്റലേഷന് ശേഷം GST ബില്ല് തന്നെ നൽകാൻ ആവശ്യപ്പെടണം. ഇത് വാറണ്ടി ലഭിക്കാൻ സഹായിക്കും. ഇൻസ്റ്റോളറുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിശദമായി രേഖപ്പെടുത്തി നൽകാൻ ആവശ്യപ്പെടാം. ഇൻസ്റ്റലേഷന് മുമ്പായി നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. മികച്ച ബ്രാൻഡുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും വിലക്കുറവിൻ്റെ പേരിൽ ഒരു എസ്റ്റിമേറ്റ് അംഗീകരിക്കരുത്. പക്ഷേ അമിത വില ഈടാക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. കേബിളുകളും പൈപ്പുകളും മറ്റും നിലവാരമുള്ളത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചാൽ ചതിക്കുഴിയിൽ വീഴാതെ നിങ്ങൾക്കൊരു നല്ല CCTV സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യാൻ സാധിക്കും. ബജറ്റിനനുസരിച്ച് IP ക്യാമറകളോ അനലോഗ് ക്യാമറകളോ തിരഞ്ഞെടുക്കാം. IP ക്യാമറകൾ കൂടുതൽ വ്യക്തതയുള്ളതും ദീർഘകാലം ഉപയോഗത്തിന് പറ്റുന്നതുമാണ്. ചെലവാക്കുന്ന പണത്തിന് തക്ക മൂല്യം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. CCTV ഇൻസ്റ്റലേഷൻ സംബന്ധമായ എന്ത് വിവരങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 9496638352